ഫ്രണ്ടോട്ട് പോവാം. ആ അങ്ങനെ ഡിസംബർ 7 ഹോസ്പിറ്റലിൽ പോന്നു. പിന്നെ ഗേൾസ് വന്നിരുന്നു. ഗേൾസിലെ ഒരു ഗേൾക്ക് അടിപൊട്ടിയായിരുന്നു. ഫ്രണ്ട് പറയാം, എന്തടി നിങ്ങൾക്ക് അടിപൊട്ടി? അയ്യോ എനിക്ക് അടിപൊട്ടി. അതുമാത്രമല്ല ഇവിടെ ഗേൾസും ഫാൻസ് ഉണ്ട്. ഗേൾസും പറഞ്ഞാൽ ഈ പ്ലേസിൽ ഇങ്ങനെ ഗേൾസും വന്നായിരുന്നു. ഗ്രൂപ്പാണ്, അഡൽട്ട് ഗേൾസാണ്. അങ്ങനെ വന്നിരുന്നു. അങ്ങനെ ഗേൾ പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ നിനക്കും കൈവിട്ടീനടി. ശരി ഓക്കെ എന്ന് ആ ഗേൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇതാണ് നല്ല ഹോസ്പിറ്റൽ. പിന്നെ അകത്ത് വന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ കുട്ടി പറയുന്നത്, അയ്യോ ഡോക്ടർ എല്ലാവരും പോയി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ പോകാനുണ്ടായിരുന്നു. ഡോക്ടർ എന്തു പറ്റി? ഇല്ല ഇവിടെ ഡോക്ടർ ഇല്ലേ? ഇല്ലപ്പാ ഡോക്ടർ എല്ലാവരും പോയിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ വരാൻ തുടങ്ങി. എന്തു പറ്റി? ചെയർമാൻ ഇവിടെ പ്രശ്നമാണ്, ഡോക്ടറിൻ്റെ എൻ്റെയാണ്. നിങ്ങൾ വന്ന പ്രശ്നം ഇവിടെ 2 പേർക്ക് അടിപൊട്ടി. അതൊക്കെ ഇപ്പോൾ ഡോക്ടറില്ല, വിഷമിക്കണം, ഞാൻ നോക്കിക്കോളാം. സിസ്റ്റർ ഓക്കെ നിങ്ങൾ വാ. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഫസ്റ്റ് ജങ്ങുക്ക് ടീപ്പാൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ സർ ഡോക്ടർ പറഞ്ഞു. പ്രശ്നമില്ലല്ലേ? ശരി ഡോക്ടർ പറയുന്നു ട്രീറ്റ്മെൻറ്റ് നോക്കി. ശരി ഓക്കെ. ഇവന് ഡോക്ടർ സിസ്റ്ററിനെ വിളിച്ചു, ഇവനിക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞു സിസ്റ്ററിനോട്. ഓക്കെ എന്ന് ബാൻഡേജ് എല്ലാം ഇട്ടു. ഇങ്ങനെ ഗേളിനോട്ട് വന്നു. അർജുൻ അല്ല ഹീറോയിൻ്റെ ചേട്ടന് മാസ്ക് ഇട്ടായിരുന്നു. മാസ്ക് ഊറിയില്ലായിരുന്നു. ഞാൻ ആ കുട്ടി ഇങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനെ സൈറ്റ് അടിക്കുമായിരുന്നു. കാണാൻ നല്ല സുന്ദരനാ. വീട്ടിലെന്താ ഇവനിട്ടിങ്ങനെ? അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ അങ്ങനെ മാസ്ക് ഊറിയില്ലായിരുന്നു, മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാണാൻ പറ്റില്ലല്ലോ എന്ന് കുറച്ച് കണ്ണ് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഹീറോയിൻ്റെ ചേട്ടനെ. എന്നെ ആ കുട്ടി സൈറ്റ് അടിക്കുമായിരുന്നു. ഫേമസ് മിയ പറയുന്ന ഗേളായിരുന്നു. മിയക്ക് ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഫാസ്റ്റിൽ. മിയക്ക് ആര് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എനിക്ക് ആര് കൂട്ടില്ല, ഇവനെ ഇഷ്ടപ്പെട്ടില്ല, ഇവന് സിംഗിളാണ് കറക്റ്റാണോ ഒന്ന് അറിഞ്ഞേ പറ്റുമെന്ന് മിയക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മിയ ഒരുപാട് ഹാൻഡ്സൈറ്റ് അടിക്കണേ. മിയ മതിയടി ജൊല്ലി വിട്ടിയത്. അങ്ങനെ മിയ പറയുന്നത് ഒന്നും മനസ്സിലായില്ല. അവർ കുറേയെല്ലാം സംസാരിക്കാറാണ്. ഹീറോയിന് ചേട്ടടുക്കും സ്മൈൽ ചെയ്ത് എന്താ ഗേൾസാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിരിച്ചിട്ട് അവിടുന്ന് പോയി. മിയാക്ക ഭയങ്കര ഹാപ്പിയായി. കണ്ണു നല്ല സൂപ്പർ മച്ചി, ഞാൻ ഫ്ലാറ്റായി മച്ചി. മിയ ഫ്ലാറ്റ് ആവണ്ട, ഇനി ഫ്ലാറ്റായി പോവാ, ഓവർ ഫ്ലാറ്റ് ആണ്ട. ഇവൻ ഇന്ത്യ പോയാണ്, മാസ്ക് ഇടാതെ എങ്ങനെ ലവ് ചെയ്യാം? എനിക്ക് ക്രഷായി. അങ്ങനെ എനിക്ക് ഹീറോയിൻ്റെ ചേട്ടൻ അവിടെ നിന്ന് മാസ്ക് ഊറി. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ ഹോസ്പിറ്റൽ മാസ്ക് ഊറിയായിരുന്നു. മാസ്ക് ഊറി അങ്ങനെയായിട്ട് സംസാരിക്കും. മിയക്കും അങ്ങനെ കാണുന്നില്ലല്ലോ വീട്, ബാക്കാണ് മിയ നോക്കിയത്. പിന്നെ മാസ്ക് ഇട്ടു. ഓക്കെ മാസ്ക് ഇട്ട് ഇങ്ങനെ അങ്ങനെ ഡോക്ടറിനെ കാണാൻ റെസ്റ്റ് എടുത്ത് പിന്നെ എങ്ങനെയായിട്ട് മിയൊക്കെ നോക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം. മിയ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇത് രാത്രിയാണ് നടക്കുന്നത്. ഇത് 2 ഗോസ്റ്റ് ഇത് കോളത്ത് നോക്കിയിട്ട് ചിരിക്കാന്ന്. നടക്കട്ടെ. ഇവനെ ഗേൾ ഗോസ്റ്റ് നോക്കി, ഇവൾ നല്ല കുട്ടിയാണ്. 2 പേരും നോക്കി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഗേളാണ്. ശരി ഓക്കെ, ഇവനെ പേരക്കുട്ടിക്ക് സെറ്റാവും എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞവർ സ്മാഷ് ചെയ്ത് തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ്റെ പുറകിൽ ഫോളോ ചെയ്ത് പോയി. പിന്നെ ഹോസ്പിറ്റലിലെ പ്ലേസ് പോയി. അതേ പ്ലേസ് മാസ്ക് ഊരി അത് വെച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് റോസി സൈറ്റ് അടിക്കുക. സൗണ്ട് കേട്ടിട്ട് എന്തോ വീണു. അത് തിരിഞ്ഞു നോക്കി, അതെ അവൾ അവിടേക്കാണ് ഫ്ലാറ്റ്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ തിരിഞ്ഞു നോക്കി ഷോക്കായി. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ കാണാൻ നല്ല ഹാൻസമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ ഹാൻസമായിട്ടുണ്ടാ? ജാപ്സൻ സ്മെൽ ചെയ്യാൻ തുടങ്ങി. എന്തോ എന്നെ ഇഷ്ടപ്പെട്ടു പോയോ ഇവൾക്ക്? എന്തോരം ഗേൾസാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ചിരിക്കുകയായിരുന്നു. ശരി ഇവളൊരു കുർത്തകേട് ശരിക്കും ഇവൾ കുട്ടകളെ ചെയ്യുന്നത് ചിരിക്കാൻ തുടങ്ങി. ഗോസ്റ്റ് പറയാൻ തുടങ്ങി. എടാ കൊച്ചുമനെ എന്താ മുത്തശ്ശ മനസ്സിലെന്ന് പറയാൻ തുടങ്ങി. മുത്തശ്ശൻ പറയാൻ തുടങ്ങി. ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. എന്താ ഇവളെനിക്ക് സെറ്റാവൂടാ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ നിങ്ങൾ എവിടേക്ക് പോവാ? ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാം. എന്ത് ഹോട്ടലിലേക്കാ? അതെ ഞങ്ങളെല്ലാവരും പോയിട്ട് ഹോട്ടലിൽ താമസിക്കുക. ശരി ഓക്കെ. അതെ ഞങ്ങൾ ഇനി ഹോട്ടലിൽ പോയിട്ട് താമസിക്കണം അത്രേ. അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ താമസിച്ചത്? അതെ ഞങ്ങളിപ്പോൾ ഷൂട്ടിങ് ചെയ്ത് വന്നതാ. മാത്രം കുട്ടി രസമുണ്ട്, ഡാൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഞങ്ങളിപ്പോൾ കുറച്ച് ഇതിൽ ഹോട്ടലിലും കുറച്ച് ഞങ്ങൾ റൂം എടുത്തായിരുന്നു കുറച്ച് നേരം. ഇവിടെ അല്ല, നിങ്ങൾ വരുമ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലേസിൽ കളിച്ചതായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് വീട് നോക്കുകയാണ്. അപ്പോൾ ആ വീട് കുറച്ച് നമുക്ക് സെറ്റായില്ല, കുറച്ച് കഷ്ടമായി. അതുകൊണ്ട് ഞങ്ങൾ റോസ് പ്രേതം പറയാൻ തുടങ്ങി. എടാ മോനെ
ഇവനെ നമ്മളെ വിട്ടൊക്കെ എടുത്തോണ്ട് പോയിക്കോ. മുത്തശ്ശി എന്താ മുത്തശ്ശി പറയാ എന്നെ മനസ്സിലുള്ളിൽ സംശയിക്കുക. എടാ ഇവന് നമ്മളെ വീട്ടിലേക്ക് പോവാം, അതെന്ത് സർപ്രൈസ് മനസ്സിലാവും. ആ ഗേൾസിനെ കൂടെ വിളിച്ചോണ്ട് പോടാ, നമ്മളെ വീട് വലിയ വീടാണല്ലോടാ. ശരി ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നമില്ല എൻ്റെ വീട്ടിലേക്ക് പോവാ. അതെ മിയ ഫസ്റ്റ് പറയുന്നത് ഞാനും കൂടെ വരാത്ത്. ഇതൊക്കെ എല്ലാവരും തല കഴിച്ച് ഇവളൊരു കാര്യവും. ശരി ഓക്കെ നിങ്ങൾ വാ വീട്ടിലേക്ക്. അങ്ങനെ എല്ലാവരും വീട്ടിലൊക്കെ പോയി. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ കാറിൽ അങ്ങനെ എല്ലാവരും അവർ ഫോളോ ചെയ്ത് വന്നു. ആ ബസ് അങ്കിൾ, അവിടുത്തെ ബസ് അങ്കിൾ നിങ്ങൾ ഇവരെ നോക്കിക്കോ, ഇവർക്ക് റൂമിലെ കാട്ടി വിടും. ഞാൻ റൂമുകളെ കാട്ടി തരാം. എല്ലാവരും ഒരു റൂമിൽ പോയി താമസിക്കാൻ തുടങ്ങി. എല്ലാം ഡിന്നറൊക്കെ വരാൻ തുടങ്ങി. നല്ല ഡിന്നറൊക്കെ വരാൻ ഇറങ്ങി വന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നു. മോനെ എല്ലാവരും ഏഴുപേരും ഗേൾസും തിരിഞ്ഞു നോക്കും, ബോയ്സ് തിരിഞ്ഞു നോക്കുകയാണ്. മോം ഡാഡി എന്ന് ആരും പറഞ്ഞു തുടങ്ങി. അമ്മാച്ചാ നിങ്ങൾ വന്നോ? ആരടാ? വിസിടാ, അങ്ങനെ ടയർഡായിരുന്നു. അങ്ങനെ ഏഴുപേർ ആരടാ നടന്ന കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങി ഹീറോയിൻ്റെ ചേട്ടൻ. ശരി ഓക്കെ മിയ, അയ്യോ ഇവരാണോ ആച്ചി ആൻറ്റി അങ്കിളാ, ഇവരെ കരക്റ്റ് ചെയ്ത് മതി അങ്ങനെ മിയ പറയാൻ പറ്റുന്നേ. ഓക്കെ ഓക്കെ അങ്ങനായിട്ട് മിയാൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയ പോയിട്ട് സംസാരിക്കാം. ആൻറ്റി എൻ്റെ പേര് മിയ. ഓ നല്ല കൊച്ച്, നല്ല മിയൻ്റെ ക്യാരക്ടർ ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഹീറോയിൻ്റെ മമ്മുണ്ട് എന്നാ നമുക്ക് ബിസിനസ്, ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് ചെയ്യുന്നത് ഹീറോയിൻ്റെ പറയാൻ തുടങ്ങി. അതെ ഞങ്ങളെല്ലാവരും ചെയ്യുന്നതാണ് അങ്ങനെ പറഞ്ഞു. ഓക്കെ ഞങ്ങൾ രണ്ടുപേരും പ്രൊഫസറാണെന്ന് പറഞ്ഞു. ഇതൊരു ഷോക്കായി. അത് ഡോക്ടർ ഇങ്ങനെ കുട്ടികളെ കോളേജ് പ്രൊഫസർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടറാണ് പ്രൊഫസറാണെന്നും പറഞ്ഞു. ഓ അങ്ങനെയാണോ? അതെ അങ്ങനെ പറഞ്ഞ് സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെല്ലാവരും താമസിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഹാപ്പി ആയും തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഡാൻസ് പാട്ട്, പിന്നെ കുറച്ച് ഇങ്ങനെ ഹീറോയിനെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിന് മാരേജ് പ്രപ്പോസ് ചെയ്ത് വീട്ടിലെല്ലാവർക്കും ഓക്കെയാണ്. അങ്ങനെ 7 പേർക്ക് മാരേജ്. അത് മാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനിക്കും മിയാക്കും മാരേജ് ആയി. പിന്നെ ഗോസ്തിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ നല്ല ഹാപ്പിയായി. നിങ്ങൾ സന്തോഷം ജീവിക്കട്ടെ, നിങ്ങൾ പുനർജനിച്ച് വരും, ഞങ്ങൾ വീണ്ടും വരും പറഞ്ഞ് അവർ സ്വർഗത്തേക്ക് പോയി.